മലമ്പുഴയിലെ കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധ ദമ്പതികളുടെ ദുരിത ജീവിതത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി പാലക്കാട് ജില്ലാ കളക്ടറോട് വി ഡി സതീശൻ റിപ്പോർട്ട് തേടി. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത രാമൻകുട്ടിയുടെയും ശാന്തയുടെയും ജീവിതകഥ പുറത്തുവിട്ടത് ന്യൂസ് മലയാളമാണ്. 60 വർഷമായി വനത്തിനുള്ളിലാണ് ഇവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്. സച്ചിൻ വള്ളിക്കാട് ചേരുന്നു വിവരങ്ങളുമായി. സച്ചിൻ, വിശദാംശങ്ങൾ പറയൂ. ശ്യാംലി, ന്യൂസ് മലയാളമാണ് ഇത്തരത്തിൽ വയോധിക ദമ്പതികളായ രാമൻകുട്ടിയുടെയും അതേപോലെ തന്നെ ശാന്തിയുടെയും ജീവിതകഥ പുറത്ത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നത്. ഉടൻ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഇതിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷകരം. പാലക്കാട് ജില്ലാ കളക്ടറുടെ പ്രാഥമികമായ വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 60 വർഷത്തോളമായി മലമ്പുഴ അയ്യപ്പൻപൊറ്റയിലെ ഉൾക്കാട്ടിലാണ് രാമൻകുട്ടിയും ശാന്തയും കഴിയുന്നത്. ദുർഘടമായ, അതായത് കൃത്യമായ ഒരു സഞ്ചരിക്കാനുള്ള ഒരു പാത പോലും ഇല്ലാത്ത വഴികളിലൂടെ 2 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇവർ അവരുടെ ഒരു തകർന്ന് വീഴാറായ വീട്ടിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ വലിയ കാലാവസ്ഥയടക്കം പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ, വലിയ അപകട ഭീഷണിയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. തുടർന്നാണ് ന്യൂസ് മലയാളം ഈ വാർത്ത ചെയ്യുന്നത്. ഇതിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം പ്രാഥമികമായ വിവരങ്ങൾ പാലക്കാട് ജില്ലാ കളക്ടറോട് തേടിയിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. നിലവിൽ മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച എ സുരേഷും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എ സുരേഷും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ആശ്വാസകരമായ, സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ന്യൂസ് മലയാളം വാർത്തയെ തുടർന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശ്യാംലി.